മണ്ഡലത്തിൽ ഏതാണ്ട് ഒന്ന് രണ്ടും തവണ ഇപ്പം വോട്ട് തേടി ഇറങ്ങുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് മണ്ഡലത്തിൻ്റെ വളരെ പോസിറ്റീവായിട്ടുള്ള ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം ജനങ്ങൾ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. പ്രാദേശികമായ വിഷയങ്ങളുണ്ട്, സർക്കാരിനെതിരെ വലിയ വികാരമുണ്ട്. ഇപ്പോൾ കുടിവെള്ള പ്രശ്നം, ഞാനിപ്പോൾ നിങ്ങൾ വരുന്നതിന് തൊട്ട് മുമ്പ് കുറച്ച് കുടുംബങ്ങളും സ്ത്രീകളുമായിട്ട് സംസാരിക്കുകയായിരുന്നു. അതിഭയാനകമായ കുടിവെള്ള ക്ഷാമം നേരിടുകയാണ്. അതിനനുസൃതമായ കുടിവെള്ളം കേരള വാട്ടർ അതോറിറ്റി ഉൽപ്പാദിപ്പിക്കുന്നില്ല എറണാകുളം ജില്ലയിൽ. പ്രത്യേക പദ്ധതികൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് നടപ്പാക്കിയിട്ടില്ല. അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വവും പദ്ധതിയാണ്, പക്ഷേ അതിൽ വലിയ തോതിലുള്ള അലംഭാവം കാണിക്കും. അപ്പോൾ ഇത്തരം വിഷയങ്ങളും ഈ ക്യാമ്പയിൻ്റെ ഇടയിൽ ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന വളരെ കാതലായ വിഷയങ്ങളാണ്. ബൈ ആൻഡ് ലാർജ് നമ്മൾ ചെല്ലുന്ന ജനവിഭാഗങ്ങളുടെ അടുത്ത് നിന്ന് വലിയ സ്വീകാര്യതയാണ്, വലിയ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് നമുക്ക് ലഭിക്കുന്നത്. അത് വോട്ടുകളായി മാറുമെന്ന് നിങ്ങൾ കരുതുകയാണ്. ഈ ഏതാണ്ട് രണ്ടാഴ്ച കാലത്തെ ഒരു പ്രചരണം ഇടതുമുന്നണി സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥി മാത്രം വരാം എങ്കിൽ പോലും ഏതാണ്ട് ഒരു മത്സരം തുടങ്ങി അതിൻ്റെ ഒരു രീതിയിലേക്ക് പോവുകയാണ്. ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് UDFിൻ്റെ വിലയിരുത്തൽ വിജയത്തിലേക്കുള്ള ഒരു? UDFിൻ്റെ സംഘടനാ സംവിധാനം പരിപൂർണമായി ഞങ്ങളുടെ സ്ക്വാഡ് പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സംഘടനാപരമായി യാതൊരു വിട്ടുവീഴ്ചയും ഞങ്ങൾ ചെയ്യുന്നില്ല. UDFിന് വ്യക്തമായ മേൽക്കൈയുള്ളൊരു മണ്ഡലമാണ് എറണാകുളം. അവിടെ ഞങ്ങൾ വളരെ ചിട്ടയായി ഞങ്ങളുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ ഇന്നിൻ്റെ രാഷ്ട്രീയ സാഹചര്യം സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് എതിരാണ്. പല വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടുമ്പോൾ അത് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ടിട്ടാണ് UDF അതിൻ്റെ സ്ട്രാറ്റജി ഉണ്ടാക്കുന്നത്, അതുമായി മുന്നോട്ട് പോകുന്നത്. ഈ തവണ ചരിത്ര വിജയം ഉണ്ടാകുമെന്നാണോ? ഇല്ല, അങ്ങനെ അമിതമായ ഒരു അവകാശവാദങ്ങളും ഞങ്ങൾ ഉന്നയിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് ഗ്രൗണ്ടിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അത് വളരെ കൃത്യമായി അത് ജനങ്ങളെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കാനും കൃത്യമായ സംഘടനാ മെഷീനറി ചലിപ്പിക്കാനും MP എന്നുള്ള രീതിയിൽ ചെയ്ത പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും എല്ലാം പരിശ്രമിക്കുന്നുണ്ട്. അതിന് ജനങ്ങൾ വലിയ സ്വീകാര്യത നൽകും, വലിയ ഭൂരിപക്ഷം ഉണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ തന്നെ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ വികാരം പ്രകടിപ്പിക്കുമ്പോൾ തന്നെ MP എന്നുള്ള രീതിയിൽ, സിറ്റിംഗ് MP എന്നുള്ള രീതിയിൽ പാർലമെൻറ്റിലെ എൻ്റെ പെർഫോമൻസും അതുപോലെ തന്നെ എൻ്റെ വികസന പദ്ധതികൾ മണ്ഡലത്തിൽ എവിടെയെല്ലാം എത്തിച്ചേർന്നു, എന്തെല്ലാം ചെയ്തു എന്നുള്ളതെല്ലാം ചർച്ച ചെയ്യപ്പെടും. അതിനെ ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ആ പ്രോഗ്രസ് കാർഡ് ജനങ്ങൾ തന്നെ എഴുതട്ടെ എന്ന വിലയിരുത്തലിലാണ് ഞാനുള്ളത്.